ക്ലബ് വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൻ്റെ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരം ഫിലാഡൽഫിയയിലെ ലിങ്കൻ ഫിനാൻഷ്യൽ ഫീൽഡ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി ബ്രസീലിയൻ സീരിയ മുൻ ചാമ്പ്യന്മാരായ പാൽമെറാസിനെ നേരിടും. 65,000-ഓളം കാണികളെ ഉൾക്കൊള്ളാവുന്ന ലിങ്കൻ ഫിനാൻഷ്യൽ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം അരങ്ങേറുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ചെൽസിയുടെ അറ്റാക്കും പാൽമെറാസിൻ്റെ ഡിഫൻസും തമ്മിലായിരിക്കും പ്രധാന മത്സരം. അവസാനം കളിച്ച 14 മത്സരങ്ങളിൽ 10ലും ക്ലീൻ ഷീറ്റ് നേടിയെടുത്തിട്ടുള്ള പാൽമെറാസിൻ്റെ ഡിഫൻസിനെ തകർക്കുക എന്ന് പറയുന്നത് ചെൽസിക്ക് അക്ഷീണം പ്രയത്നമുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നല്ല സ്പീഡും ടെക്നിക്കൽ ക്വാളിറ്റിയുമുള്ള ചെൽസി അറ്റാക്കിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് പാൽമെറാസിനെ സംബന്ധിച്ചും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഈ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 2021 ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ഒരു റീമാച്ച് ആയിരിക്കും ഇത് എന്നുള്ളതാണ്. അന്ന് ചെൽസി ഹവേർട്സിൻ്റെയും ലുക്കാക്കുവിൻ്റെയും 2 ഗോളുകളുടെ ബലത്തിൽ 2-1 എന്ന സ്കോർ ലൈനിനെ പാൽമെറാസിനെ പരാജയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ പാൽമെറാസിൻ്റെ സ്റ്റാർ പ്ലെയർ എസ്റ്റാവിയോ വില്യൻ ഓൾറെഡി ചെൽസി സൈൻ ചെയ്ത പ്ലെയറാണ്. സോ എസ്റ്റാവിയോ വില്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോർമർ ക്ലബ്ബും ഫ്യൂച്ചർ ക്ലബ്ബും തമ്മിലുള്ള പോരാട്ടവും താൻ കളിക്കുന്നത് ഫോർമർ ക്ലബ്ബിലാണ് എന്നുള്ള ഒരു വളരെ രസകരമായ ഒരു കാര്യവും കൂടിയാണ്. കത്തുന്ന ഫോമിൽ നിൽക്കുന്ന പെഡ്രോ നെറ്റോ പാൽമെറാസ് ഡിഫൻസിന് കൊടുക്കാൻ പോകുന്ന തലവേദന ചില്ലറയൊന്നുമായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്പീഡിനെയും ടെക്നിക്കൽ എബിലിറ്റിയെയും ക്രോസുകളെയും തടയാൻ തന്നെ പാൽമെറാസ് ഡിഫൻസ് നന്നേ കഷ്ടപ്പെടുമെന്നുറപ്പ്. ക്യാപ്റ്റൻ ഗുസ്താവോ ഗോമസിൻ്റെയും ഫുൾ ബാക്ക് ജാക്വിൻ പിക്കോറസിൻ്റെയും സസ്പെൻഷൻ പാൽമെറാസിന് ഡിഫൻസീവിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ചെൽസിക്ക് മോയിസസ് കൈസഡോ മിഡ്ഫീൽഡിൽ ഇല്ല എന്ന് പറയുന്നത് വലിയ നഷ്ടം തന്നെയാണ്. പാൽമെറാസിൻ്റെ സ്പീഡി കൗണ്ടർ അറ്റാക്കുകളെ തടയാൻ മോയിസസ് കൈസഡോയെ പോലെയുള്ളൊരു പ്ലെയർ അവിടെ ഇല്ല എന്നുള്ളത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാകും. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൽ ആകെ ഒരു ബ്രസീലിയൻ ടീമിനെ ചെൽസി നേരിട്ടിട്ടുള്ളൂ, ഫ്ലമംഗോയെ. ആ മത്സരത്തിൽ ചെൽസി 3-1 തോറ്റു എന്നുള്ളതും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. ബ്രസീലിയൻ ടീമുകളോടുള്ള ഫിസിക്കൽ ബാറ്റിൽ എങ്ങനെ വിജയിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ചെൽസിയുടെ പരാജയ പ്രതീക്ഷകൾ. അതുപോലെ തന്നെ പാൽമറിൻ്റെയും പെഡ്രോ നെറ്റോയുടെയും മാഡുവെക്കയുടെയും ഡെലാപ്പിൻ്റെയും അറ്റാക്കിംഗ് ത്രെറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പാൽമെറാസിൻ്റെ മുന്നോട്ടുള്ള വഴി. ഈ മത്സരത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത് ഫ്ലൂമിനൻസ് വേഴ്സ് അൽ ഹിലാൽ മത്സരത്തിലെ വിജയികളാണ് സെമി ഫൈനലിൽ. യൂറോപ്പ് വേഴ്സ് സൗത്ത് അമേരിക്ക ബാറ്റിലിൻ്റെ അവസാനം എന്താകുമെന്നറിയാൻ നമുക്ക് ശനിയാഴ്ച രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാത്തിരുന്ന് കാണാം ചെൽസിയാണോ പാൽമെറാസ് ആണോ എന്ന്.